എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ജൽശക്തി അഭിയാൻ എന്ന പോയിന്റിനെ കുറിച്ചിട്ടാണ്, ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അതിനു മുൻപ് മിനിസ്ട്രി ഓഫ് ജൽശക്തി എന്താണ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. 2019 മെയ് മാസത്തിലാണ് മിനിസ്ട്രി ഓഫ് ജൽശക്തി എന്ന ഒരു മന്ത്രാലയം ഭാരത സർക്കാരിന്റെ കീഴിൽ സ്ഥാപിതമായി പ്രവർത്തനം തുടങ്ങിയത്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ക്യാബിനറ്റ് മന്ത്രിയായിട്ടും രത്തൻലാൽ കട്ടാരിയ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ടും ഇതിൽ പ്രവർത്തിക്കുന്നു. അതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഈ മിനിസ്ട്രി ഓഫ് ജൽശക്തി ഫോം ചെയ്തത് പ്രധാനപ്പെട്ട 2 മിനിസ്ട്രീസ് മെർജ് ചെയ്തുകൊണ്ടാണ്. അതിലൊന്നാണ് മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സസ്, മിനിസ്ട്രി ഓഫ് റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റിജുവിനേഷൻ എന്നീ 2 മന്ത്രാലയങ്ങളെ തമ്മിൽ ലയിപ്പിച്ചുകൊണ്ടാണ് മിനിസ്ട്രി ഓഫ് ജൽശക്തി രൂപീകൃതമായിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ മിനിസ്ട്രീസ് ആണ് ജൽശക്തി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മെർജ് ചെയ്യപ്പെട്ടത്? ഒന്ന്, മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സസ്. 2, റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റിജുവിനേഷൻ. മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സസ്. 2, മിനിസ്ട്രി ഓഫ് റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റിജുവിനേഷൻ. ഇത്രയും മിനിസ്ട്രീസിന്റെ ഈ 2 മിനിസ്ട്രീസിനെ ക്ലബ് ചെയ്ത് കാണാണ് എന്താണ് ജൽശക്തി രൂപീകൃതമായിട്ടുള്ളത്. ജൽശക്തി മിനിസ്ട്രി ഇതിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഏത് തരത്തിലുള്ള ഇന്റർനാഷണലി ആണെങ്കിലും ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ടുകളാണെങ്കിലും അതിന്റെ ഉത്തരവാദിത്തമാർക്കാണ് ജൽശക്തീസ് ആണ്. അതായത് ജൽശക്തി മിനിസ്ട്രി ഇത്തരത്തിലുള്ള ഏതൊരു തർക്കങ്ങളെയും പരിഹരിക്കുവാൻ വേണ്ടുന്ന ശ്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നു. ഏത് ഇന്റർനാഷണൽ അന്തർദേശീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ അന്തർ സംസ്ഥാന വാട്ടർ ഡിസ്പ്യൂട്ടുകളോ നദീജല തർക്കങ്ങളെ കുറിച്ച് പരിഹരിക്കുവാൻ വേണ്ടി ജൽശക്തി മിനിസ്ട്രിയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. രണ്ടാമത്തെ ഉത്തരവാദിത്തമാണ് ക്ലീനിങ് ഓഫ് ഗംഗ, ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ആൻഡ് സബ് ട്രിബ്യൂട്ടറീസ്. അതായത് ഗംഗ ശുദ്ധീകരണം എന്തിന്റെ കീഴിലാണ് വരുന്നത്? ജൽശക്തി മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. ആൻഡ് ഓൾസോ എയിംസ് ഇൻ പ്രൊവൈഡിങ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ജനങ്ങൾക്ക് ശുദ്ധജല വിതരണം ലഭ്യമാക്കുവാൻ, ശുദ്ധജലത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ഉത്തരവാദിത്തങ്ങൾ കൂടി ആരുടെ മുകളിലുണ്ട്? ജൽശക്തി മിനിസ്ട്രിയുടെ കയ്യിലുണ്ട്. അതായത് ജൽശക്തി മിനിസ്ട്രി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന്, അന്തർദേശീയപരമായിട്ടുള്ള അല്ലെങ്കിൽ അന്തർ സംസ്ഥാന തലത്തിലുമുള്ള നദീജല തർക്കങ്ങളെ പരിഹരിക്കുവാൻ മുന്നിട്ടിറങ്ങുക. 2, ഗംഗാ ശുദ്ധീകരണം. 3, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. ഈ 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ജൽശക്തി മിനിസ്ട്രിയുടെ മുൻപിലുള്ളത്. The formation of this ministry targets towards the mounting water challenges faced by India over the past few decades. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ശുദ്ധജല ദൗർലഭ്യങ്ങൾക്ക് പരിഹാരം വരുത്തുക എന്ന ഒരു ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശമുണ്ട് എന്തിന്? ജൽശക്തി മിനിസ്ട്രിക്ക്. അതുപോലെ തന്നെ ഈ താഴെ തന്നിരിക്കുന്ന ഓരോ പ്രോജക്റ്റുകളും, ജൽജീവൻ മിഷൻസ്, ജൽശക്തി അഭിയാൻ, അടൽ ഭൂജൽ യോജന, നമാമി ഗംഗെ പ്രോജക്ട്, നാഷണൽ അക്വിഫയർ മാപ്പിംഗ് പ്രോഗ്രാം, PM കൃഷി സിഞ്ചായി യോജന തുടങ്ങി ഈ പ്രോജക്റ്റുകളും എന്തിന്റെ കീഴിലാണ് വരുന്നത്? നമ്മളുടെ ജലശക്തി മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. ചിലപ്പോൾ ഇത് 6 തന്നേക്കാം. ദ ഫോളോവിങ് come under the purview of ജൽശക്തി മിനിസ്ട്രി. ഇത് 1, 2, 3, 4, 5, 6. ഓപ്ഷൻ A only 1, 2, 3. B only 2, 3, 4, 5. C only 1, 2, 3, 4, 5. C, D all the above. ഇങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പം പ്രിലിംസ് ക്വസ്റ്റ്യൻസ് തരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം എല്ലാ ഈ പറയുന്ന പ്രോഗ്രാമുകൾ, ജൽജീവൻ മിഷൻ ആണെങ്കിലും ശരി, ജൽശക്തി അഭിയാൻ ആണെങ്കിലും ശരി, അടൽ ഭൂജൽ യോജനയാണെങ്കിലും, നമാമി ഗംഗെ പ്രോഗ്രാം, നാഷണൽ അക്വിഫയർ മാപ്പിംഗ് പ്രോഗ്രാം, PM കൃഷി സിഞ്ചായി യോജന തുടങ്ങിയ എല്ലാ പ്രോജക്റ്റുകളും എന്തിന്റെ കീഴിലാണ് വരുന്നത്? ജൽശക്തി മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് വേണമെങ്കിലും ഒരു പ്രിലിമിനറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ ജൽശക്തി മിനിസ്ട്രിയുടെ ഉത്തരങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ജൽജീവൻ മിഷൻ, ജൽശക്തി മിഷൻ അഭിയാൻ, അടൽ ഭൂജൽ യോജന, നമാമി ഗംഗെ പ്രോജക്ട്, നാഷണൽ അക്വിഫയർ മാപ്പിംഗ് പ്രോഗ്രാം, PM കൃഷി സിഞ്ചായി യോജന. ഇതെല്ലാം എന്തിന്റെ കീഴിലാണ് വരുന്നത്? ജൽശക്തി അഭിയാന്റെ അല്ലെങ്കിൽ ജൽശക്തി മിനിസ്ട്രിയുടെ കീഴിൽ തന്നെയാണ് ഈ പ്രോജക്റ്റുകൾ ഉണ്ടാവുന്നത്.
അപ്പൊ ഇത് മാറിപ്പോകാതെ ഓർക്കണം. അപ്പൊ ഉത്തരം ഏതാണ്? ഓൾ ദി എബോ. ഓപ്ഷൻ ടി, ഓൾ ദി എബോ is correct. What is National Water Mission? It was launched by Prime Minister Narendra Modi under the National Action Plan for Climate Change. എന്താണ് ഈ ക്ലൈമറ്റ് ചേഞ്ചും വാട്ടർ മിഷനും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ വെള്ളത്തിന്റെ ദൗർലഭ്യങ്ങൾ അതിതീവ്രമായി മാറുന്നത്. അപ്പോൾ പലപ്പോഴും എന്താണ്, അപ്പം അതിതീവ്രത അല്ലെങ്കിൽ വെള്ളത്തിന്റെ അതിതീവ്രമായിട്ടുള്ള ദാരിദ്ര്യം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നാഷണൽ വാട്ടർ മിഷൻ എന്ന് പറയുന്നത്. ഇത് എന്തുമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയാണ്? നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്ന NAPCCയുടെ പ്രവർത്തനത്തിന് കീഴിലാണ് നാഷണൽ വാട്ടർ മിഷൻ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആരാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്? ലോഞ്ച് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. The National Water Mission emphasizes on conservation of water and minimizing the wastage. ഒന്നാമത്തെ ലക്ഷ്യമാണ് ജല സംരക്ഷണവും വേസ്റ്റേജ് കുറയ്ക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഈ നാഷണൽ വാട്ടർ മിഷന്റെ അതിപ്രധാനമായിട്ടുള്ള മർമ്മം എന്ന് പറയാം. It also ensures the equitable distribution of water across within the states through the development and management of integrated water resources. അതായത് രണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശം വേണമെങ്കിൽ പറയാം. ഒന്ന്, വെള്ളത്തിന്റെ ദൗർലഭ്യം അല്ലെങ്കിൽ വെള്ളത്തിന്റെ വേസ്റ്റേജ് കുറയ്ക്കുക. രണ്ട്, വെള്ളം ശേഖരിച്ചു വെക്കുക. മൂന്ന്, എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ആൾക്കാർക്കും തുല്യമായ നിരക്കിൽ ജല ലഭ്യത ഉറപ്പുവരുത്തുക. ഉടനീളം അല്ലെങ്കിൽ രാജ്യത്തുടനീളം എല്ലാ ആളുകൾക്കും ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ജല ലഭ്യത ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് പറയാം. ദ മേജർ ഗോൾസ് ഓഫ് നാഷണൽ വാട്ടർ മിഷൻസ്: ഒന്ന്, ടു റെഡ്യൂസ് ആൻഡ് സ്റ്റഡി ദ ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ വാട്ടർ റിസോഴ്സസ് ആൻഡ് ടു പ്രൊവൈഡ് കോംപ്രിഹെൻസീവ് വാട്ടർ ഡേറ്റാബേസ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ഒന്ന്, ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങൾ കാരണം വെള്ളത്തിന്റെ ലഭ്യതയിൽ കാരണമായ മാറ്റം വരുത്താതെ സംരക്ഷിച്ചു പിടിക്കുക. അതായത് എന്താണ്, ഒന്നുകിൽ അതിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ, അതായത് വെള്ളത്തിന്റെ ലഭ്യതയിൽ വ്യത്യാസം വരുത്താതിരിക്കും, ലഭ്യത കുറവുണ്ടാകാതിരിക്കാനുള്ള മാർഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക. രണ്ട്, അതിന് വേണ്ടുന്ന അല്ലെങ്കിൽ ടു റെഡ്യൂസ് ആൻഡ് സ്റ്റഡി ദി ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ വാട്ടർ റിസോഴ്സസ്. അതായത് ജലത്തിന്റെ ദൗർലഭ്യം കുറയ്ക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുക, അതിന് പരിഹാരം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പരിഹാരം നിർദ്ദേശിക്കുക, പരിഹാരം ഫലപ്രദമായി ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. പ്രൊമോഷൻ ഓഫ് സിറ്റിസൺ ആൻഡ് സ്റ്റേറ്റ് ആക്ഷൻ ഫോർ വാട്ടർ കൺസർവേഷൻ, ഓഗ്മെന്റേഷൻ ആൻഡ് പ്രിസർവേഷൻ. അതായത് ട്രഡീഷണൽ രീതിയിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ മോഡേൺ രീതിയിലാണെങ്കിലും ശരി, വെള്ളത്തിന്റെ സംരക്ഷണവും അതിന്റെ ശേഖരണവും സൂക്ഷിച്ചു വെക്കലും വളരെയധികം പ്രൊമോട്ട് ചെയ്യാം. To focus on vulnerable cities areas, including overexploited areas, and also to increase the water use efficiency by 20%. നമുക്കറിയാം, പല പഠനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. 2020 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള ചെന്നൈ, ബാംഗ്ലൂർ, അഹമ്മദാബാദ്, ബോംബെ പോലുള്ള മെട്രോ സിറ്റികളിൽ ഗ്രൗണ്ട് വാട്ടർ ലെവൽ എന്ന് പറയുന്നത് 0 ലെവലിലേക്ക് പോവുകയാണ് എന്നൊക്കെ ഒരു പഠനം നമ്മൾക്ക് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വൾനറബിൾ ഏരിയാസ് അല്ലെങ്കിൽ ഓവർ എക്സ്പ്ലോയിറ്റഡ് ഏരിയാസിൽ വെള്ളത്തിന്റെ ഉപയോഗത്തിന്റെ കാര്യശേഷി 20% വളർത്തിയെടുക്കുക. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ബാംഗ്ലൂർ പോലുള്ള ഒരു സിറ്റിയിൽ 2020 അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് 0 ലെവലിലേക്ക് വാട്ടർ റിസോഴ്സ്, ഗ്രൗണ്ട് വാട്ടർ അവൈലബിലിറ്റി കുറയുന്ന സാഹചര്യത്തിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ, ആ സംസ്ഥാനത്തിനെ വേണമെങ്കിൽ അല്ലെങ്കിൽ ആ സിറ്റിനെ വേണമെങ്കിൽ നമുക്ക് ഓവർ എക്സ്പ്ലോയിറ്റഡ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം.
അങ്ങനെയുള്ള ഓവർ എക്സ്പ്ലോയിറ്റഡ് ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വെള്ളം ഉപയോഗിക്കുന്ന രീതികളുടെ എഫിഷ്യൻസി ഒരു 20% എങ്കിലും ഉയർത്തി വെക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈ വാട്ടർ മിഷന്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. ടു പ്രൊമോട്ട് ദ മാനേജ്മെന്റ് ഓഫ് ബേസിൻ ലെവൽ ഇന്റഗ്രേറ്റഡ് വാട്ടർ സോഴ്സസ്. നമുക്ക് വാട്ടർ റിസോഴ്സുകളെ പരിപാലിക്കുവാനും അവയെ സംരക്ഷിക്കുവാനും വേണ്ടുന്ന നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഒന്നുകൂടെ പറയാം, നാഷണൽ ആക്ഷൻ ഓഫ് പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കീഴിലാണ് നാഷണൽ വാട്ടർ മിഷൻ വരുന്നത്. നാഷണൽ വാട്ടർ മിഷന്റെ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഒന്ന് ജലസംരക്ഷണവും ജലശേഖരണവും. ജലസംരക്ഷണവും ജലശേഖരണവും പ്ലസ് അതിനൊപ്പം തന്നെ വെള്ളത്തിന്റെ വേസ്റ്റേജ് കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും തുല്യമായ രീതിയിൽ ജലലഭ്യത ഉറപ്പുവരുത്തുക. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് എന്ന് പറയുന്നത്, ഒന്ന്, നമ്മളുടെ വാട്ടർ റിസോഴ്സുകൾക്ക് മുകളിലുള്ള ഉദാഹരണം ഒരു കുളമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചോല ഒഴുകുന്നുണ്ടെങ്കിൽ ആ ചോലയിലെ വെള്ളത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന നടപടികൾ ചെയ്യണം. എങ്ങനെ? ടു റെഡ്യൂസ് ദി ഇമ്പാക്ട് ഓഫ് എന്തിന്റെ ഇമ്പാക്ട്? ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട് വളരെ കുറഞ്ഞ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ സംരക്ഷിച്ചു പിടിക്കുക. രണ്ട്, പ്രൊമോഷൻ ഓഫ് സിറ്റിസൺസ് ആൻഡ് സ്റ്റേറ്റ്സ് ആക്ഷൻ ഓഫ് ഫോർ വാട്ടർ കൺസർവേഷൻ, ഓഗ്മെന്റേഷൻ ആൻഡ് പ്രിസർവേഷൻ. അവരുടെ അല്ലെങ്കിൽ ഒരു ജല സംരക്ഷണത്തിന്റെയും അല്ലെങ്കിൽ വാട്ടർ ബോഡി സംരക്ഷണത്തിനും വേണ്ടുന്ന കാര്യങ്ങൾ സിറ്റിസനുമായിട്ടും അല്ലെങ്കിൽ സ്റ്റേറ്റുമായിട്ടും അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെയും സിറ്റിസന്റെയും പരസ്പര സഹകരണത്തോടുകൂടി ചെയ്തു തീർക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ്, ടു ഫോക്കസ് ഓൺ വൾണറബിൾ ഏരിയാസ് ഇൻക്ലൂഡിങ് ഓവർ എക്സ്പ്ലോയിറ്റഡ് ഏരിയാസ്. അതായത് ആ റീജിയൻസിലുള്ള, ഉദാഹരണം നമ്മൾ പറഞ്ഞു, ഏകദേശം ഓവർ എക്സ്പ്ലോയിറ്റഡ് ഏരിയാസിലുള്ള, ഉദാഹരണം ബാംഗ്ലൂർ പോലുള്ള ഒരു സിറ്റിയിൽ അവരുടെ വാട്ടർ ഉപയോഗിക്കുന്നതിന്റെ ഒരു എഫിഷ്യൻസി ഒരു 20% കൂട്ടുക. അതായത് കിട്ടുന്ന അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഒരു 20% കൂടുതൽ സമയം, കൂടുതൽ വെള്ളം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ 20% കൂടുതൽ ആവശ്യങ്ങൾക്ക് കുറഞ്ഞ വെള്ളം ഉപയോഗിക്കാൻ ഉള്ള ഒരു ശ്രമം ഉണ്ടാവുക. അല്ല, അതിന് വേണ്ടുന്ന ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ പാസ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ നാഷണൽ വാട്ടർ മിഷന്റെ ഒരു ഗോൾസ് ആയിട്ട് മുന്നോട്ട് പറയാവുന്നത്. അടുത്ത ജൽശക്തി അഭിയാൻ. ദ ജൽശക്തി അഭിയാൻ launched by the Union Jal Shakti Minister from 1st of July 2019. The Jal Shakti Abhiyan is a campaign for water conservation and water security in the country. ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. The Jal Shakti Abhiyan is a campaign for water conservation. ജലസംരക്ഷണത്തിന് വേണ്ടിയും ജലസുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് ജൽശക്തി അഭിയാൻ എന്ന് പറയുന്നത്. It's a collaborative efforts or various departments or ministries of Government of India and state governments, being coordinated by Department of Drinking Water and Sanitation. That comes under the Jal Shakti Ministry. The focus of the campaign is on water-stressed districts and block. The teams of officers from the central government will visit and work with district administration in 1592 water-stressed blocks in 256 districts to ensure 5 important water conservation interventions. നമ്മൾ ഇന്നലെ പറഞ്ഞ 5 important water conservation interventions. ഇതിനെക്കുറിച്ച് നമ്മൾ ഹർ ഘർ ജലിനകത്ത് ഈ 5 പോയിന്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വാട്ടർ കൺസർവേഷൻ ആൻഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതായത് ജലസംരക്ഷണവും മഴ വെള്ള സംഭരണികളുടെ നിർമ്മാണവും. രണ്ട്, റിനോവേഷൻ ഓഫ് ട്രഡീഷണൽ ആൻഡ് അതർ വാട്ടർ ബോഡീസ്. നമുക്ക് അതായത് പഴയ അല്ലെങ്കിൽ പണ്ടേ ഉണ്ടായിരുന്ന വാട്ടർ ബോഡികൾ അല്ലെങ്കിൽ അവയുടെ ടാങ്കുകൾ പോലുള്ള വാട്ടർ സ്റ്റോറിംഗ് കപ്പാസിറ്റീസിനെയും പുനഃസൃഷ്ടിക്കുക അല്ലെങ്കിൽ പുനഃക്രമീകരിക്കുക. ഇത് രണ്ടാമത്തെ ഒബ്ജക്റ്റീവാണ്. ഈ റീയൂസ് ഓഫ് വാട്ടർ ആൻഡ് റീചാർജ് ഓഫ് സ്ട്രക്ചേഴ്സ്. നമുക്കറിയാം ഗ്രേ വാട്ടറിന്റെ ഉപയോഗത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഗ്രേ വാട്ടർ റീസൈക്ലിംഗ് വേണ്ടി ചെയ്യുക. നാലാമത് വാട്ടർഷെഡ് ഡെവലപ്മെന്റ്. 5, ഇന്റൻസീവ് എഫോറസ്റ്റേഷൻ. നമുക്കറിയാം ഫോറസ്റ്റേഷൻ ആണ് ഇതിനൊക്കെയുള്ള ഏറ്റവും നല്ല ഒരു മറുപടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അല്ലെങ്കിൽ വരൾച്ചയ്ക്ക് ഏറ്റവും നല്ല മറുപടി മരം നടുന്നത് തന്നെയാണ്. The water conservation intervention will also be supplemented with special intervention including the development of block and district water conservation plans, promotion of efficiency, water use for irrigation and better choice of crops through കൃഷി വിജ്ഞാൻ കേന്ദ്രാസ്. ഇതൊക്കെയാണ് ഈ നാഷണൽ വാട്ടർ അല്ലെങ്കിൽ ജൽശക്തി അഭിയാന്റെയും
നാഷണൽ വാട്ടർ മിഷന്റെയും ഒക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുക.